ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ ഇപ്പം തന്നെ കുറേ പേര് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യണം. ജൂലൈ 17 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, MSc കമ്പ്യൂട്ടർ സയൻസ്, MC ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെത്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കുക. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. കാര്യം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പം അത്തരത്തിലൊരു പോസ്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ. അപ്പം ഈ ഒരു തസ്തികയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സ് വിദ്യാർത്ഥികളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പോസ്റ്റിൻ്റെ സിലബസ് എന്താകും, അതുപോലെ തന്നെ എക്സാം ഈ വർഷം ഉണ്ടാകുമോ തുടങ്ങി ധാരാളം സംശയങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി ഈ വീഡിയോയിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം സിലബസ് എന്താണെന്ന് നോക്കാം. PSC വേരിയസ് യൂണിവേഴ്സിറ്റീസിലേക്ക് പ്രോഗ്രാമർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രകാരം 2022 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമർ തസ്തികയ്ക്ക് അന്ന് PSC നടത്തിയ ആ എക്സാമിൻ്റെയാണ്. അപ്പോൾ നിങ്ങളിപ്പം തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ ആ സിലബസ് വെച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി പുതിയൊരു സിലബസ് വരുമ്പോൾ ഒരു 95% ഈ സിലബസ് തന്നെ ആകാനാണ് സാധ്യത. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സിലബസ് ബേസ് ചെയ്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, നമുക്ക് ആ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും 12 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് OS എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 14 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ലോജിക്കൽ സിസ്റ്റംസ്, മൈക്രോ പ്രൊസസർ, ബൂളിയൻ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതല്ലേ. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം തുടങ്ങുന്നത്. അങ്ങനെ 14 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 12 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡേറ്റ സ്ട്രക്ചർ, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ഇൻ C. ഇങ്ങനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അത് 12 മാർക്കിനുള്ള ടോപ്പിക്കാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡേറ്റ സ്ട്രക്ചറിൽ നിന്നും 6 മാർക്കിനുള്ള ടോപ്പിക്സും അതുപോലെ പ്രോഗ്രാമിംഗ് ഇൻ Cയിൽ നിന്നും 6 മാർക്കിനുള്ള ടോപ്പിക്സും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ അല്ലെങ്കിൽ ജാവ, ഈ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും 12 മാർക്കിലുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അതുപോലെ DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും 12 മാർക്കിലുള്ള ടോപ്പിക് ഉണ്ടാവും. അതുപോലെ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കിലുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വേരിയസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയുള്ള പ്രോഗ്രാമർ തസ്തികയുടെ സിലബസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ കാര്യം അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് സിമിലർ ആണ്. സോ അവരിനി ഒരു സിലബസ് ഇടുമ്പോഴും ഇതിൽ തന്നെ വലിയ മാറ്റം വരാത്തൊരു സിലബസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നിങ്ങൾ ഈ രീതിയിൽ തന്നെ വേണം പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 14 മാർക്കിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് വരുന്ന മൊഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെയാണ്. 12 മാർക്സിനുള്ള ടോപ്പിക്സുകളാണ് ഇവിടെ നിന്നും ചോദിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സിലബസ്. അപ്പോൾ ഈ ഒരു സിലബസ് ബേസ് ചെയ്ത് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ഇനി ഈ സിലബസ് നിങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഈ സിലബസ് വെച്ചിട്ട് എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ഈ ഒരു സിലബസ് അവൈലബിൾ ആണ്. 12 മാർക്കിൻ്റെയും 14 മാർക്കിൻ്റെയും ഡിഫറൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ഇവിടെയുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂർ പഠിക്കാൻ കിട്ടും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ചിലപ്പം ജോലി ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ചിലപ്പം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറായിരിക്കും മാക്സിമം ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ കിട്ടുന്നതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളൊരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. കാര്യം ആ ഒരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാര്യം അല്ലെങ്കിൽ നമുക്ക് ഉഴപ്പാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ടല്ലേ. കാര്യം നമ്മളൊന്നും ഇല്ലാതെ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ ചിലപ്പം ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ 2 ടോപ്പിക്ക് ഒരു ദിവസം പഠിക്കും. അപ്പോൾ നിങ്ങൾ അത് മാത്രം മതി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടും. ഈ പറഞ്ഞ രീതിയിൽ ഇത്ര ടോപ്പിക്സ് അല്ലെങ്കിൽ ഇത്ര സബ്ജക്റ്റുകൾ ഒരു ദിവസം പഠിക്കണം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് തയ്യാറാക്കണം. ഈ പറഞ്ഞ ഇപ്പം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ആ സ്റ്റഡി പ്ലാൻ വീക്കിലി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഇപ്പം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ ചിലപ്പോൾ നമുക്കൊരു 15 അവർ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് OS എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്കൊരു 18 അവറൊക്കെ കൊണ്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു കാൽക്കുലേഷൻ എടുത്തിട്ട് ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞിട്ടും നമുക്ക് എഫക്റ്റീവ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് റാങ്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് റിവിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അതായത് നിങ്ങളിപ്പം 6 ദിവസം പഠിച്ചിട്ട് ഒരു ദിവസം റിവിഷനായിട്ട് തന്നെ മാറ്റി വെക്കുക. ആ റിവിഷൻ ആ ദിവസം നിങ്ങൾ മാക്സിമം
മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളുകളിൽ നിന്ന് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ആ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ എക്സാം ഈ വർഷം തന്നെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, PSC കഴിഞ്ഞ വർഷം ഒരു ആനുവൽ കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനുവൽ കലണ്ടർ 2023 വിജ്ഞാപനം വന്ന എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും എക്സാം സ്ലോട്ട് എന്നുണ്ടാവുമെന്ന് PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആനുവൽ കലണ്ടർ പുറത്തിറക്കുന്നതിന് മുമ്പ് യോഗ തീരുമാനത്തിൽ വന്നൊരു കാര്യമാണ് 2024 വിജ്ഞാപനം ചെയ്യുന്ന എക്സാമുകളും ഈ പഴയ ആനുവൽ കലണ്ടറിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് PSCയുടെ യോഗ തീരുമാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. മാക്സിമം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതും ആ രീതിയിൽ വേണം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കേണ്ടത്. ഓക്കെ, ഏണസ്റ്റ് അക്കാദമിയിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ തസ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻസീവ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അതായത് നിങ്ങൾക്ക് ഓരോ ആഴ്ച എന്തൊക്കെ പഠിക്കണം, അതുപോലെ ഒരു മന്ത് എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അധ്യാപകർ ഓരോ മേഖലയിലും പ്രഗത്ഭരായ അധ്യാപകർ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് മാത്രമല്ല ഓരോ മൊഡ്യൂളും ഇപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് C++ൻ്റെ ആയിക്കോട്ടെ ഓരോ മൊഡ്യൂളിൻ്റെ ക്ലാസ്സുകൾ തീരുന്നതനുസരിച്ച് പ്രത്യേക റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് ലൈവ് ക്ലാസ്സുകൾ വരാൻ നേരത്തെ അല്ലെ അതിൻ്റെ ഷെഡ്യൂൾ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ക്ലാസ്സുകൾ എടുത്ത ഫാക്കൽറ്റിയോട് തന്നെ ചോദിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ടാവും. അതുമാത്രമല്ല എക്സാം എന്നാണോ ഉണ്ടാകുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. പിന്നെ മാക്സിമം മോഡൽ ടെസ്റ്റുകൾ നമുക്കറിയാം, പ്രോഗ്രാമർ തസ്തികയിലേക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിൽ കേരളത്തിലുള്ള വിവിധ യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റായിട്ട് നടത്തിയ എക്സാമുകളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റീസെൻ്റായിട്ട് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് നടന്ന പ്രോഗ്രാമർ തസ്തിക എന്ന് പറയുന്ന എക്സാമിൽ 100 പേരുടെ മെയിൻ ലിസ്റ്റിൽ 30ഓളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾക്കും ഉയർന്ന റാങ്കുകൾ ലഭിച്ച് എത്രയും വേഗം തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനി ഉടൻ എക്സാം വരാൻ പോകുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു മെറ്റീരിയൽ കൂടെ പറയാം. കഴിഞ്ഞ പ്രോഗ്രാമർ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച സ്വീകാര്യതയാണ് ആ ബുക്കിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ബുക്ക് സോൾഡ് ഔട്ട് ആയ ശേഷം സെക്കൻഡ് എഡിഷനും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നിരവധി ചോദ്യങ്ങളായിരുന്നു ആ എക്സാമിന് ഈ ബുക്കിൽ നിന്നും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബുക്ക്, അതായത് പ്രോഗ്രാമർ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മൾ ഇറക്കിയ ആ ബുക്കിൻ്റെ കോപ്പീസ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ ബുക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ആ ബുക്കിൻ്റെ ലിങ്ക് ഡയറക്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെയും അത് നേടാവുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.